ഭരണം കിട്ടരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ് ഷാഫിയും രാഹുലും. ഇപ്പം കേസിന് ഇത്തവണ മത്സരിച്ച് മന്ത്രിയാവണമെന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാഹുലിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അവൻ പിന്നെ തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അവനെ ചീത്ത പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. നല്ല കുട്ടിയാ എന്ന് പറഞ്ഞു. പൊതുയോഗ യാത്രയ്ക്ക് വിസിബിലിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഫോക്കസ് ഇപ്പുറത്തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീണ ജോർജിനെതിരെയുള്ള സാധനം ഇവരുണ്ടാക്കിയത്. പിന്നെ ഇവരുടെ കുറേ സൈബർ ഹാൻഡിലുകൾ കടന്നിട്ട് ഒരു വശത്ത് വീടിക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും, ഒരു വശത്ത് കേസിക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും, ഒക്കെ ഇവരാ ചെയ്യുന്നത്. ഒരു വശത്ത് പിന്നെ ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ശ്രീ കെ സുധാകരൻ ആദ്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇന്നലെ KC വേണുഗോപാലിന് അനുകൂലമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. പക്ഷേ ഈ കെ സുധാകരന്റെ ചില പരിമിതികളുണ്ട്. വാർദ്ധക്യമാകുന്ന സമയത്ത് ഏതൊരാൾക്കും ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ രണ്ട് കുറുക്കന്മാർ ശരിക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ പേരിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും തീർപ്പായിട്ടില്ല. അത് മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിച്ചാൽ മാത്രം അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആദരണീയനായ ഈ ഒരു നേതാവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുകയും കോൺഗ്രസിനകത്ത് ഇങ്ങനെയൊക്കെ തമ്മിലടിച്ച് അതിനുള്ളിലൂടെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ രണ്ട് കുറുക്കന്മാരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ അവിടെ ഇറക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, അത് കുറുക്കന്മാരെന്ന് പറയാൻ പറ്റില്ല. ചെന്നായ്ക്കളുടെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വൃത്തികെട്ട രീതിയിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹെഡ് മാഷ് ആണ് ഭൂലോക തരികിട കളികൾ മുഴുവൻ കളിക്കുന്നത്. ഹെഡ് മാഷെ അടുപ്പിക്കാതിരുന്ന ചില ആൾക്കാരുണ്ട്. പറവൂരടുപ്പിച്ചില്ല, ഹെഡ് മാഷെ പുതുപ്പള്ളിയിൽ അടുപ്പിച്ചിട്ടില്ല, അവിടെയൊക്കെ അവരവരുടെ പണി നോക്കിയിരുന്നു. ബാക്കി അങ്ങനെ പലയിടത്തും അടുപ്പിച്ചില്ല. ബാക്കിയുള്ളടത്തെല്ലാം വലിഞ്ഞു കയറിയങ്ങ് ജില്ലയായിരുന്നു. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഹെഡ് മാഷും പോയിക്കൊണ്ടിരുന്നു, പിന്നെ ഹെഡ് മാസ്റ്ററെ ശിഷ്യൻ്റെ കുഞ്ഞമ്മയും പോയിക്കൊണ്ടിരുന്നു. എല്ലായിടത്തും കേരളത്തിൽ മുഴുവൻ പര്യടനമായിരുന്നു. വിളിക്കണമെന്നൊന്നുമില്ല, എല്ലായിടത്തും അങ്ങ് പോവുമായിരുന്നു. എന്നിട്ട് അവർ തന്നെ അവരുടെ പേജിൽ അവർ തന്നെ അവർക്ക് ഇതിൻ്റെ റീൽസ് ഇട്ടുകൊണ്ട് ഈ ഓൺലൈൻ ന്യൂസ് ചാനലൊന്നും ഇവരുടെ ഒന്നും എടുത്ത് ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്ത് കാണിച്ചു വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുണ്ടല്ലോ, ഈ വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് 10,000 5,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീൽസ് ഇടുന്ന ടീമുകളുണ്ട്. ഇവരെ കൊണ്ടാണ് ഇത് മൊത്തം കവറിങ് ചെയ്യിപ്പിച്ചത്. നമുക്കറിയാമല്ലോ. കാരണം നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളതാണല്ലോ. സുധാകരനെ സംബന്ധിച്ചിടത്തോളം KS പിന്നെ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്, ഒരു പോരാളിയാണ്, ഒക്കെയാണ്. ബ്രണ്ണൻകുളയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പോരാട്ടമാണ്. അവിടെ കുസ്തി പിടിച്ച കഥയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെ ഇവർ മിസ്യൂസ് ചെയ്യുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായതല്ല. സിവിക്കറിയാലോ. ഇപ്പോൾ ഈ വിഷയങ്ങൾ സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന സമയത്ത് ഈ പുള്ളിയുടെ വീട്ടിൽ KPCC സെക്രട്ടറി ആയിട്ടുള്ള ജയന്ത് ഇപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. ജയന്തും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ അജിത്തും, സുധാകരൻ്റെ മരുമകൻ അജിത്തും എല്ലാം കൂടെ കൂടിയിട്ട് ചർച്ച നടത്തിയിട്ട് പിന്നെ ഷാഫിക്കും രാഹുലിനും വേണ്ടിയിട്ട് ഉള്ള ഭാഗമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ സംസാരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തു. ആ മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാഹുലിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അവൻ പിന്നെ തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അവനെ ചീത്ത പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. നല്ല കുട്ടിയാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ ഒരു മുൻ MP ഇപ്പോൾ ഇപ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആൾ, കാരണം അയാളുടെ മകളും ഈ പീഡനത്തിനിരയായതാണ്. പിന്നെ ഇയാൾ വിളിച്ചിട്ട് സംസാരിക്കുന്നത് വാട്സപ്പിൽ വിളിച്ചിട്ട് സംസാരിക്കുന്നത്, സുധാകരേട്ട നിങ്ങൾ എന്നോടിങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല, എൻ്റെ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളെ മോളെ എപ്പോഴല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇയാൾ പാവമാണ്. സത്യത്തിൽ ഇയാൾ പാവമാണ്. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകരോട് അവരുടെ രക്തസാക്ഷി കുടുംബങ്ങളോടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വൈകാരികത വെച്ചിരിക്കുന്ന ആളാണ്. ഈ വൈകാരികത കുറച്ച് കൂടുതലുമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില അബദ്ധങ്ങളും കാണിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എവിടെ നിന്നോ കണ്ടപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കണ്ടപ്പോൾ ചിരിച്ചു. പുള്ളിയെ കണ്ടപ്പോൾ നേരെ കണ്ടാൽ ചിരിക്കത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ എന്തായാലും. അപ്പം അയാൾക്ക് നാണമില്ല എന്നെ കണ്ടിട്ട് ചിരിക്കാമെന്ന് ചോദിച്ചാൽ. അതായത് ഒരു നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് പല വട്ടത്തിലും പ്രാവശ്യം കേസ് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല കേസ് എനിക്ക് തോന്നിയാൽ ഞാൻ RSSനും പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരു തവണ. അതിൻ്റെ പരായികളെക്കുറിച്ച് പുള്ളി ചിന്തിക്കുന്നില്ല. പുള്ളി RSS പോകാനൊന്നും അല്ല. പക്ഷേ എന്നാൽ തന്നെ അങ്ങനെ എന്തോ അങ്ങ് വിളിച്ചു പറയുന്നൊരവസ്ഥയിലേക്ക് പുള്ളി ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ എത്തിയിരുന്നു. പുള്ളി സത്യത്തിൽ കോൺഗ്രസിനെ സെമി കേഡർ ആക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയും അതുകൊണ്ട് അത് പറയുകയും, കാരണം കേഡർ എന്നുള്ള വാക്ക് കണ്ണൂരിൻ്റെ CPM-ലിരുന്ന് പുള്ളി പഠിച്ചതാണ്. സെമി കേഡർ പോയിട്ടൊരു കുന്തം ഇതിനെ ആക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിക്ക് കോൺഗ്രസിനെ കുറിച്ചൊരു പ്രാഥമിക ധാരണ പുള്ളിക്കുള്ളത്. ഒരുപാട് കാലം DCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ പുള്ളിയല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും കോൺഗ്രസിനെ കേഡർ പാർട്ടിയോ സെമി കേഡർ പാർട്ടിയോ ആക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കകത്തും ഒരു പ്രാവശ്യം ഷാനിമോൾ ഉസ്മാനെ ഇരുത്തിക്കൊണ്ട്
തെറി പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ അനിമോൾ ഉസ്മാൻ പറഞ്ഞത് മൈക്ക് കോണ മൈക്ക് തലമുടി അവിടെ പോയി കിടക്കും. അപ്പോൾ ഇത് ഇമാതിരി അവസ്ഥയിലേക്കാണ് കേസ് എത്തിയിരിക്കുന്നത്. കേസിന് ഇത്തവണ മത്സരിച്ച് മന്ത്രിയാവണമെന്നുണ്ടായിരുന്നു. പക്ഷെ കേസ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ മതിയായിരുന്നു. കേസിന് നിയമസഭയിലേക്ക് മത്സരിക്കായിരുന്നു. കേസിനെ ഇവർ കൊണ്ടുപോയിട്ട് CM ആക്കാന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. അതേപോലെ തന്നെ 3 ക്യാമ്പുകൾക്കകത്ത് ഇവർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. അതാണ് രസം. 3 പേരുമായിട്ടും പിന്നെ VD സതീശനുമായിട്ടും KC വേണുഗോപാലുമായിട്ടും രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളുടെ അടുത്ത് ഇവരുടെ ആളുകൾ കയറിയിട്ട് അവരുടെ പോസ്റ്റിനകത്ത് ഇങ്ങനെ ഇടുക. പിന്നെ ഇവർ തന്നെ ഇവരുടെ ഓരോ സൈബർ ഹാൻഡിലുകളെ കൊണ്ട് ഇത്തരം ക്യാമ്പയിനുകൾ നടത്തുക, ക്ലാഷ് ഉണ്ടാക്കുക. അദ്ദേഹം പറഞ്ഞു തമ്മിലടുപ്പിച്ച് മുട്ടാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ചെന്നായുടെ സ്വഭാവത്തിലേക്ക് ഇവർ പോകുന്നു എന്ന് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടരുതെന്ന് പോലും ആഗ്രഹിക്കുന്നവരവർ. ഭരണം കിട്ടാതിരിക്കുക വേണ്ടി. കാരണം ഭരണം കിട്ടിയാൽ ഇവർക്ക് 2 പേർക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇപ്പം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ ഭരണം കിട്ടിയാൽ രാഹുലിനെ വെച്ചിട്ട് പിന്നെ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തായിരുന്നു, ബാക്ക് സീറ്റ് ഡ്രൈവിങ് നടത്തായിരുന്നു. ആ വകുപ്പ് 2 പേർക്കൂടെ ഒരുമിച്ച് അത്യാവശ്യം കച്ചവടം എല്ലാം നടത്തായിരുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മന്ത്രിമാരാവും, രാഹുൽ അപ്രസക്തരാവും. അതേസമയം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് MLA മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭരണം കിട്ടരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 പേരാണ് ഷാഫിയും രാഹുലും. ഇപ്പം അവരുടെ ഉള്ളിലെ ആഗ്രഹം അത് തന്നെയാണ്. അത് അവർ ചില ആളുകളോടൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും ആത്മാർത്ഥമായിട്ടല്ല രംഗത്ത് ഇറങ്ങുന്നതെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് പിന്നീട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള വീണ ജോർജിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുണ്ടായിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ളത്. VD സതീഷിൻ്റെ യാത്രയുടെ സമയത്താണ്. VD സതീഷിൻ്റെ യാത്രയ്ക്ക് പുതിയുഗ യാത്രയ്ക്ക് വിസിബിലിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഫോക്കസ് ഇപ്പുറത്തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീണ ജോർജിനെതിരെയുള്ള സാധനം ഇവരുണ്ടാക്കിയത്. ഇതൊക്കെ അവന്മാരുടെ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ഇവരുടെ കുറേ സൈബർ ഹാൻഡിലുകൾ കടന്നിട്ട് ഒരു വശത്ത് VDക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും, ഒരു വശത്ത് KCക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും. ഒക്കെ ഇവരാണ് ചെയ്യുന്നത്. ഒരു വശത്ത് പിന്നെ ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് കമന്റ് അടിക്കും. ഒക്കെ ഇവരെ ടീമാണ് ചെയ്യുന്നത്. ഇവരെ ടീം തന്നെയാണ് പലയിടത്തും ടൈമിങ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേ സമയത്തൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവരെ ടീം നിന്നിട്ട് ഒരേ ടീമിനെ വെച്ചിട്ട് പല ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ഒരേ സമയം 3 പേരുടെയും പോസ്റ്റുകളിൽ പോയിട്ട് കമന്റ് അടിക്കുക. ഇതാണ് ഇവരെ പരിപാടി. അപ്പം നോക്കുമ്പോൾ ആൾക്കാർ പൊതുവിൽ കാണുമ്പോൾ, മാധ്യമങ്ങൾ കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? കോൺഗ്രസിനകത്ത് ഭയങ്കര തമ്മിലടി, കോൺഗ്രസിനകത്ത് KCയുടെ ടീമും VDയുടെ ടീമും ചെന്നിത്തലയുടെ ടീമും കൂടെ ഭയങ്കര തമ്മിലടി എന്നുള്ള സാധനം വരികയാണ് ചെയ്യുന്നത്. ഈ കളിയിൽ ഇവർ 3 പേരും വീഴാതിരുന്നാൽ അവർക്ക് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ കുതന്ത്രങ്ങൾ കളിക്കുന്ന ആൾക്കാരാണ് ഇവർ. പകല് ഇന്നലെ വിഷുവിന് സാധാരണ കണി കാണാൻ എപ്പോഴാണ് പോകുന്നത്? വെളുപ്പിനെയാണ്, രാവിലെ പുലർച്ചെയാണ് സാധാരണ കണി കാണാൻ വേണ്ടിയിട്ട് വിഷുവിന് പോകുന്നത്. ഇത് PR ടീമിനെ വെച്ച് ക്യാമറ, അതായത് അവിടെയും റീൽസാണ്, ക്യാമറയൊക്കെ വെച്ചിട്ട് അമ്മയുടെ ഉച്ച സമയത്ത് അമ്മയുടെ പിന്നെ കണ്ണും പൊത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നു, കണി കാണിക്കുന്നു, പെങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നു, അളിയനെ കൊണ്ടുപോയി കാണിക്കുന്നു. ആ പെങ്ങളെയും അളിയനെയും കൂടെ അപമാനിക്കുക ചെയ്യുന്നു. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അവനിപ്പോൾ ചെയ്യാൻ പാടില്ല. കാരണം ആൾക്കാർ മനസ്സിലാവത്തില്ല, ഈ ഭ്രൂണഹത്യ പിന്നെ സ്ഥിരം കലാപരിപാടിയായ ഒരുത്തൻ്റെ പെങ്ങളും അളിയനും ഒക്കെ ഇതാണെന്നുള്ള ഐഡന്റിറ്റി ഒന്നുകൂടെ എല്ലാവരും മുമ്പിലും വെളിപ്പെടുത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതിനുള്ള സാമാന്യ ബുദ്ധി പോലും കാരണം ഞാൻ പറഞ്ഞില്ല, ഇവൻ സൈക്കോ ആണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കരുതിയത്, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അവനതിലൊന്നും പറയാറില്ലായിരുന്നു. പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാപരിപാടിയൊക്കെ അവസാനിപ്പിച്ച് കുറച്ച് നന്നാവുമെന്ന് കരുതി. ഇപ്പോൾ ഇന്നലത്തെ വിഷുവിൻ്റെ റീൽസും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമവും കൂടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് വീണ്ടും പറയല്ലാതെ വേറെ മാർഗ്ഗമില്ല നമ്മുടെ മുമ്പിൽ. നമ്മൾ പറയണ്ടെന്ന് കരുതും തോറും ഇവർ തുടങ്ങിക്കൊണ്ടിരിക്കുക ഓരോരുത്തരെ വെച്ചിട്ട് ഇവരെ ഏതോ കുമ്പള എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്, ഇവരെ സൈബർ പോരാളികൾ, വാളിപ്പിള്ളേർ, ഓരോ വേണ്ടാത്ത പോസ്റ്റുകൾ ഇരിക്കുക. അതുമാത്രമല്ല, ഒരു അതിജീവിതയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ സമയത്ത് ഇവന് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 3-4 മാസം ഈ ഗർഭം കയറി നടന്നതാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് പൈസ അയച്ചു കൊടുത്തത്. അത് പൈസ അയച്ചു കൊടുത്തതിന് ഇവൻ്റെ പലങ്കയായിട്ടുള്ള ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള പോസ്റ്റിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എനിക്ക് വേറെ ആൾ അയച്ചു തന്നെ. അതിനകത്ത് പറയുന്നത് ഈ പ്രാവശ്യം വിഷു കൈ നീട്ടൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അത് ആ പെൺകുട്ടിയുള്ള നാട് വെച്ചിട്ട് ആ നാടിൻ്റെ പേരും വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുക ഇവർ. അപ്പോൾ പിന്നെ നമ്മൾ സൈലൻ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും ഇതിനകത്ത് നീതിബോധത്തോടെ, വളരെ ധാർമ്മിക ബോധത്തോടു കൂടിയിട്ട് ഇതിനകത്ത് നിന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ലോകം മുഴുവൻ പറയുകയാണ്. കാരണം പണ്ട് ബറാബസിനെ വെറുതെ വിടുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ പോലെ, പിന്നെ അവൻ ബറാബസ് നിരപരാധിയാണെന്നാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആൾക്കൂട്ടം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടം മുഴുവൻ പറയുകയാണ് ഇപ്പം നിരപരാധിയാന്ന് പറഞ്ഞാലും ഇപ്പം ഇവർ ഭൂലോക ഫ്രോഡുകളാണെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്.
പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക രോഗി എന്നൊരു ആനുകൂല്യം കൊടുത്തിരുന്നു. ആ മാനസിക രോഗി എന്ന ആനുകൂല്യത്തിൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ടാണ് കുറേ ദിവസങ്ങളിൽ നമ്മൾ സൈലൻ്റായിട്ട് നിന്നത്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും ആരംഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവരിപ്പോൾ ഈ കോൺഗ്രസ് പോലെയുള്ളൊരു മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ CPM ആണെങ്കിലും ലീഗിനെ ആണെങ്കിലും BJP ആണെങ്കിലും അതിനകത്ത് ഇരുന്ന് ഒരാളെ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് വിയോജിപ്പ് തന്നെ പറയുക. നമുക്കിപ്പോൾ ഏത് പാർട്ടി നശിച്ചാലും ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എന്നാലും അവർ നിൽക്കുന്ന പാർട്ടിയോട് അവർക്കൊരു നീതിബോധം ഉണ്ടാവണം. ഇവർക്കതില്ല. ഇവർക്ക് പേഴ്സണൽ അജണ്ട മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണം കിട്ടല്ലേ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇവരാണ്. കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് നിയന്ത്രണമില്ലാത്തൊരു സർക്കാരാണ് വരാൻ പോകുന്നത്. രണ്ടുപേർക്കും മന്ത്രിയാവാൻ പറ്റത്തില്ല. ഇവനെ വെച്ചിട്ട് റബ്ബർ സ്റ്റാമ്പാക്കി വെച്ചിട്ട് മറ്റവരുടെ ഹെഡ് മാസ്റ്റർ കളി നടക്കത്തില്ല. അപ്പോൾ ഇതൊന്നും നടക്കാതെ ആകുമ്പോൾ പിന്നെ ഇവർ വായി നോക്കി നിൽക്കേണ്ടി വരും. അവിടെ PC വിശ്വനാഥ് മന്ത്രിയാവും, CR മഹേഷ് മന്ത്രിയാവും, T സിദ്ദിഖ് മന്ത്രിയാവും, ചിലപ്പോൾ ആര്യയുടെ ഷൗക്കത്ത് മന്ത്രിയാവും, K മുരളീധരൻ മന്ത്രിയാവും. K മുരളീധരനൊക്കെ മന്ത്രിയാവുന്ന ഇവർക്ക് സഹിക്കും. ഇപ്പം K മുരളീധരൻ പിന്നെ മന്ത്രിയാടാൻ പോലല്ല പണിയെന്നൊക്കെ പറഞ്ഞതല്ലേ. VD സതീശൻ മന്ത്രിയാവും, രമേശ് ചെന്നിത്തല മന്ത്രിയാവും. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ വരും. KCയോ VDയോ പിന്നെ ചെന്നിത്തല ആരെങ്കിലും ഒരാൾ വരും എന്ന് പറയാം. എന്ത് വന്നാലും ഇവർക്ക് ഒരു പരിധിക്കപ്പുറം ആക്സസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇവന് ദുർബലമായ കോൺഗ്രസിനകത്ത് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് റീ എൻട്രീന് കിട്ടത്തുള്ളൂ. അതേസമയം കോൺഗ്രസ് ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും എവിടെ ക്യാമ്പയിന് പോകാതെ തന്നെ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനകത്തേക്ക് വീണ്ടും ഒരു പിന്നെ തിരിച്ചുവരവ് അസാധ്യമാകുന്ന സ്ഥിതിയിലേക്ക് എത്തും. കാരണം ഈ ക്യാബിനറ്റിൽ വരുന്ന ആളുകളിൽ പലരും എതിർക്കും, ജയിച്ചു വരുന്ന MLA പലരും എതിർക്കും. അവർ പറയും പറ്റത്തില്ല, അടുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പം ഈ കോൺഗ്രസിൻ്റെ സ്ട്രക്ചറിനകത്ത് സംഘടന തലത്തിലുള്ളവർക്ക് മാത്രമല്ലല്ലോ. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾ പോലെയോ അല്ല. അവരെ സംഘടനാ സ്ട്രക്ചറിൽ നിൽക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ ചാർട്ടിനപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്ക് പ്രാധാന്യമുണ്ട്, MLA-മാർക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ MLA-മാരുടെയൊക്കെ അഭിപ്രായം പരിഗണിക്കേണ്ടി വരും അവന് പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് വേണം? ഇവിടെ അധികാരത്തിലേറരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടുപേര് തന്നെയാണ്. എന്നാലേ രാഹുലിൻ്റെ തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. അതിനുള്ള കളിയും കൂടെ ഇവർ പരമാവധി ഇലക്ഷൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. ആ കളിക്കലൊക്കെ കളിച്ച് പലയിടത്തും അതുകൊണ്ടാണ് ഏറ്റവും പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളെ എല്ലാ തിരുവനന്തപുരം ജില്ലയിലും മറ്റിടത്തുമൊക്കെ വിജയസാധ്യതയുള്ള പലരെയും വെട്ടിയിട്ടല്ലേ കൊണ്ടുവന്നത്. ഷാഫിക്ക് ഭരണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല. ഷാഫി പലയിടത്തും ഷാഫിയുടെ ആൾക്കാരെ തിരികെ കയറ്റിയില്ലേ, റിയാസ് മുക്കോളിയെ വെട്ടിയില്ലേ, ഇങ്ങനെ ഓരോരുത്തരെയും വെട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭരണം കിട്ടരുത്, എനിക്കോ മന്ത്രിയാവാൻ പറ്റത്തില്ല, പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനും മന്ത്രിയാവാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ വേറെ ആരും ആവണ്ട എന്നുള്ള ചിന്ത അവർക്കുണ്ട്. പിന്നെ അഥവാ ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കാണാത്തൊരു അടിയൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഭൂരിപക്ഷം കിട്ടും. ഇനി പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ സ്ഥിതിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് അധികാരത്തിൽ വന്നാലും വലിയ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഒരു 5-6 സീറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ അധികാരത്തിൽ വരുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ തമ്മിൽ സ്പ്ലിറ്റാക്കി നിർത്തിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ആ ഭിന്നിപ്പിച്ച് ഭരിക്കൽ. ഇവർക്കിടയിൽ ഒരു യോജിപ്പിൻ്റെ തല ഉണ്ടാവാതിരിക്കുക. അങ്ങനെ വരുമ്പം ഇവർക്കിടയിലുള്ള ഈ ഐക്യമില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരിക, അവന് വീണ്ടും ഇതിനകത്തൊരു ബർത്ത് ഉറപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് K സുധാകരനെ പോലെയുള്ളവർ അറിയാതെ പോയിട്ട് വീണു പോവുകയാണ് ചെയ്യുന്നത്. കാരണം K സുധാകരനെ പോലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇത്രയും വലിയ ക്രൗഡ് പുള്ളറായിട്ട് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളെ അതിനടിയിൽ പോയിട്ട് ചീത്ത വിളിക്കുക മുഴുവൻ. അതായത് സുധാകരനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് സുധാകരനെ ചീത്ത വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരല്ല, ഇവരുടെ ഈ ടീമാണ് സുധാകരനെ ചീത്ത വിളിക്കുന്നത്. സതീഷിനെ ചീത്ത വിളിക്കുന്നതും ഇവരുടെ ടീമാണ്. പിന്നെ KCക്കെതിരെ പ്രതികരിക്കുന്നതും, കാരണം സുധാകരനെ ചീത്ത വിളിക്കുന്നത് KCക്കെതിരായിട്ടാണ്. അപ്പോൾ KCക്കെതിരായിട്ട് ഈ പ്രതികരിക്കുന്നത്, സുധാകരനെ ചീത്ത വിളിക്കുന്നതും KC വരണ്ട എന്ന് പറയുന്നതും സതീശൻ വരണമെന്ന് പറയുന്നതും ഇവരുടെ ടീമാണ്. എന്നാൽ സതീഷിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത് ഇവരുടെ ടീമാണ്. ഇതൊക്കെ ഒരേ ടീമാണ്. ഇതെല്ലാം ഒരൊറ്റ റൂഫിൻ്റെ അടിയിലിരുന്നിട്ടാണ് ഇവരുടെ ഈ PR ടീമുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കുന്ന പരിപാടി ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കെൽപ്പ് KC വേണുഗോപാൽ തൊട്ട് VD സതീശൻ തൊട്ട് രമേശ് ചെന്നിത്തല തൊട്ടുള്ളവർക്കുണ്ടായാൽ അവർക്ക് നല്ലത്. അതേസമയം K സുധാകരന് വെളിവുണ്ടാവാൻ പോകുന്നില്ല. കാരണം പുള്ളിയോടൊപ്പം ഞാൻ പോയിട്ട് പറയുകയാണ്, എൻ്റെ പേര് രാജൻ ജോസഫ്, എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പിന്നെ സുധാകരൻ നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഈ അമ്മളൂട്ടിയല്ലേ അടുത്ത പുള്ളി അപ്പോൾ എങ്ങനെ ചാനലുകാർ വന്നാൽ പറയും രാജൻ ജോസഫിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയും. രാജൻ ജോസഫ് കോൺഗ്രസ്സുകാരനാണോ, രാജൻ ജോസഫ് മത്സരിക്കുന്നുണ്ടോ ഏതെങ്കിലും നിയമസഭയിൽ, അതൊന്നും പുള്ളിക്ക് ഓർമ്മയുണ്ടാവത്തില്ല. ഞാൻ പോയിട്ട് ഞാൻ രാജൻ ജോസഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും പുള്ളിക്ക് അറിയാമല്ലോ നമ്മളെ. അപ്പം അത് വെച്ച് നോക്കുമ്പം ഞാൻ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടാവുമെന്നാവും ചിലപ്പോൾ പുള്ളി കരുതുക.
കാരണം പുള്ളിക്കിപ്പം ഈ പറയുന്ന പിന്നെ 140 മണ്ഡലങ്ങളുടെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പത്തനംതിട്ടയിലോ അവിടെ എവിടെയെങ്കിലും വല്ല ക്രിസ്ത്യൻ ബെൽറ്റിലും ഒക്കെ ഞാൻ നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് വേണമെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും. അതാണ് പുള്ളിയുടെ മാനസികമായിട്ടുള്ളൊരു ദൗർബല്യം, ആരോഗ്യപരമായിട്ടുള്ള ദൗർബല്യം. അതിനെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കകത്ത് കഥ അറിയാതെ ആട്ടം കണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇത്തരം പോസ്റ്റുകളുടെ അടിയിലും ബാക്കിയുള്ളിടത്തൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കമൻറ്റ് കാണുമ്പോൾ അതിന് മറുപടി കമൻറ്റ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും, അവരുടെ സംഘടനാ ശേഷിയെ തന്നെ കാലാകാലത്തേക്ക് ബാധിക്കും. സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഷാഫിയുടെയും രാഹുലിൻ്റെയും തന്ത്രം. ആ തന്ത്രത്തിനകത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് സംസ്കാരമുള്ള പ്രവർത്തകർ, ഇവരെപ്പോലുള്ള ഫ്രോഡ് സ്വഭാവങ്ങൾ വെച്ച് പുലർത്താത്ത പ്രവർത്തകർ, അവരെ സൂക്ഷിച്ചാൽ അവർക്ക് നല്ലതെന്നേ പറയാനുള്ളൂ.